SFI പറയുന്നതനുസരിച്ച് നമ്മുടെ നാട്ടിലുള്ള സർവകലാശാലകളെ അതിനെ ഏകപക്ഷീയമായിട്ട് ഒരു സംഘപരിവാർ വൽക്കരണത്തിന് വേണ്ടിയിട്ട് ഗവർണറെ ഉപയോഗിക്കുന്നു എന്നാണ്. ഗവർണർക്ക് സ്വന്തമായിട്ട് താല്പര്യമൊന്നുമില്ല, പക്ഷെ കേന്ദ്ര സർക്കാർ അവരുടെ നയങ്ങൾ അടിച്ചേൽപ്പിക്കാനായിട്ട് സർവകലാശാലകളിൽ ഗവർണറെ ഒരു ടൂൾ പോലെ, ഒരു ഉപകരണം പോലെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അപ്പൊ അതിന് കാരണമായിട്ട് പറയുന്നത് തന്നെ പല സർവകലാശാലകളുടെയും സെനറ്റിലേക്കുള്ള വിദ്യാർത്ഥി നോമിനികൾ അല്ലെങ്കിൽ മറ്റുള്ള നോമിനികൾ, ഈ ആൾക്കാരെല്ലാം തന്നെ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് വരുന്നത് എന്നുള്ളതാണ്. ഇത് പറയുന്ന സമയത്ത് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് തോന്നുന്നത് അത് ശരിയാണ്, ഗവർണർ അങ്ങനെ ചെയ്തത് ശരിയല്ലല്ലോ, ഇവരുടെ അക്കാഡമിക് മെറിറ്റ് എന്താണ്, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ വിവിധ മേഖലകളിൽ നിന്ന് വന്നിരിക്കുന്ന ആൾക്കാരെ എങ്ങനെയാണ് നോമിനേറ്റ് ചെയ്യുന്നതിന്റെ മെറിറ്റ് തുടങ്ങിയ കാര്യങ്ങളാണ്. പക്ഷേ ഇതിന്റെ തമാശ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടേതാണെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ ചട്ടങ്ങളെല്ലാം വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലിസ്റ്റ് കിട്ടിയിട്ട് ആ ലിസ്റ്റിൽ നിന്ന് തന്നെ നിയമനം നടത്തിക്കൊള്ളണം എന്ന് യാതൊരു വിധത്തിലുള്ള നിർബന്ധവുമില്ല. അത് പലപ്പോഴും ഗവർണർ പുറത്തു നിന്നുള്ള ഒരാളായതുകൊണ്ട്, അദ്ദേഹത്തിന് ഇവിടെയുള്ള ആൾക്കാരെ അധികം അറിയാത്തത് കൊണ്ട് അങ്ങനെ ഒരു കീഴ്വഴക്കം എന്ന നിലയ്ക്ക് ഒരുപക്ഷെ സ്വീകരിച്ചിട്ടുണ്ടാവാം എന്നുള്ളത് മാത്രമാണ് ഇതിലെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മുൻ വർഷങ്ങളിൽ ഇങ്ങനെ ഗവർണറുടെ നിയമനം നടക്കുന്ന സമയത്ത് പ്രശ്നം ഉണ്ടാകാതിരുന്നത് എന്തുകൊണ്ടാണ്? അത് ഇങ്ങനെ കിട്ടുന്ന ലിസ്റ്റുകളിൽ നിന്ന് നേരിട്ട് നിയമനം നടത്തുന്നത് കൊണ്ടാണ്. അത് മെറിറ്റ് പ്രകാരമായിരുന്നു. ഈ വിവിധ മേഖലകളിൽ നിന്നുള്ള ആൾക്കാർ അല്ലെങ്കിൽ വിവിധ സ്ട്രീമുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇവരെല്ലാം തന്നെ സെനറ്റിലേക്ക് നോമിനികളാക്കി വെക്കുന്ന സമയത്ത് ആ സമയത്തും ഇതൊക്കെ തന്നെ രാഷ്ട്രീയ പ്രേരിതമായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളിനോട്, അദ്ദേഹം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ളയാളാണ്. അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് പാർട്ടിയുടെ പല ആൾക്കാരെയും പല മേഖലകളിലെ പ്രാവീണ്യമുള്ള ആൾക്കാർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് കൂടി അറിയാവുന്ന ഒരു കാലഘട്ടത്തിൽ നിയമിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റി പറഞ്ഞു. അപ്പോൾ പിന്നീട് ഈ അടുത്ത കാലത്ത് തന്നെ പാർട്ടിക്കാരുടെ ചില ആൾക്കാരുടെയൊക്കെ കലിംഗ സർവകലാശാലയിൽ നിന്നുള്ള ഡിഗ്രിയൊക്കെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് വിവാദത്തിലായിരുന്ന ചില നേതാക്കന്മാരൊക്കെ തന്നെ മുമ്പ് സെനറ്റിൽ ഇതേപോലെ വളരെ എസ്റ്റീംഡ് ആയിട്ടുള്ള എമിനന്റ് പേഴ്സൺസ് എന്ന നിലയ്ക്ക് ഇവരൊക്കെ തന്നെ സേവനം അനുഷ്ഠിച്ച ആൾക്കാരാണ്. അതേപോലെ തന്നെ ടൈറ്റാനിയത്തിലോ മറ്റോ ഉണ്ടായിരുന്ന തൊഴിലാളി യൂണിയന്റെ നേതാവിനെയൊക്കെ തന്നെ ഇൻഡസ്ട്രി റെപ്രസെന്റേറ്റീവായിട്ട് കൊണ്ടുവന്നു എന്ന രീതിയിലുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം പരമ്പരാഗതമായിട്ട് തന്നെ രാഷ്ട്രീയ പ്രേരിതമായിട്ട് തന്നെ നടക്കുന്ന കാര്യമാണ്. ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സംസ്ഥാനത്തിലെ ആൾക്കാരുടെ രാഷ്ട്രീയ താല്പര്യവും ഗവർണറുടെ താല്പര്യവും തമ്മിലൊരു വ്യത്യാസമുണ്ടായതുകൊണ്ടാണ്. അല്ലാതെ ഇതിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല തകർക്കപ്പെടുന്നു, അത് സംഘിവൽക്കരിക്കപ്പെടുന്നു, കാവ്യവൽക്കരിക്കപ്പെടുന്നു, അതുകൊണ്ട് അതിനെ തടയണം എന്നുള്ള ലക്ഷ്യമൊന്നുമല്ല. അതൊക്കെ പ്രകടമായിട്ട് ഇങ്ങനെ പുറത്തു പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കാനുള്ള ഒരു അവസരം അവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇവർ പറയുന്നതിൽ എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നു എന്ന് കരുതുക. ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, സർവകലാശാലകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എങ്കിൽ SFI ആദ്യം ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? സംസ്ഥാന സർക്കാരിനോട് ഗവർണറിനോടോ ഒക്കെ അങ്ങോട്ട് ആവശ്യപ്പെടണമായിരുന്നു. ഇവിടെ പല സർവകലാശാലകളിലും VC ഇല്ല. പല സർവകലാശാലകളിലും വൈസ് ചാൻസലർ ഇല്ലാതിരിക്കുന്ന സമയത്ത് ആ നിയമനം നടക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വളരെ ശക്തമായിട്ട് ചാൻസലർ എന്ന രീതിയിൽ ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിൽ നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിൽ ഇവർക്ക് ആർക്കും എന്തെങ്കിലും പ്രത്യേകിച്ച് താല്പര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ഇനി VCമാരായിട്ട് തന്നെ രാഷ്ട്രീയ പ്രേരിതമായിട്ട് സർക്കാരിന്റെ താല്പര്യത്തിൽ കുറേയധികം നിയമനങ്ങൾ നടക്കുകയും അതിൽ പല നിയമനങ്ങളും റദ്ദ് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തിരുന്ന സമയത്ത് അതിലൊന്നും SFIക്ക് പ്രത്യേകിച്ച് അഭിപ്രായമില്ല. ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ പല സർവകലാശാലകൾക്കും VC ഇല്ലാതിരിക്കുന്ന സമയത്ത് അവിടുത്തെ സ്റ്റുഡന്റ് റെപ്രസെന്റേറ്റീവ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കുകയും ഗോപിനാഥ് രവീന്ദ്രൻ എന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആയിരുന്ന ആളിനെ ചട്ടവിരുദ്ധമായിട്ട് അദ്ദേഹത്തിന് പുനർനിയമനം നൽകുന്ന സമയത്ത് അതിനെ സുപ്രീം കോടതി ഇടപെട്ട് റദ്ദാക്കുകയും ചെയ്തപ്പോൾ SFI കമാന്ന് മിണ്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ താല്പര്യം എവിടെയാണ്? സുപ്രീം കോടതിയുടെ ഉത്തരവിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, സംസ്ഥാന സർക്കാരിന്റെ അൺവാറന്റഡ് ഇന്റർവെൻഷൻ, യാതൊരു വിധത്തിലുള്ള ആവശ്യവുമില്ലാത്ത ഇടപെടൽ അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ തീരുമാനം നടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ആ പുനർനിയമനം നൽകിയിരിക്കുന്നത് ഗവർണർ തീരുമാനമെടുത്തെങ്കിലും ഇറ്റ് വാസ് അറ്റ് ദ ബെഹസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. സംസ്ഥാന സർക്കാരിന്റെ താല്പര്യത്തിന് അവർക്ക് വേണ്ടിയിട്ടാണ് ആ തീരുമാനം എടുത്തിരുന്നത് എന്ന് പറയുന്നു. അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് പേറ്റന്റ്ലി ഇല്ലീഗൽ, പൂർണ്ണമായിട്ടും നിയമവിരുദ്ധമാണ് എന്ന് പറയുന്നു. പ്രോ ചാൻസലറിന് കുറേയധികം അവകാശങ്ങളുണ്ട് എന്ന് ഇവരെല്ലാവരും തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. പക്ഷേ പ്രോ ചാൻസലർക്ക് ഇത്തരത്തിൽ യാതൊരു വിധത്തിലുള്ള അവകാശവുമില്ല എന്ന് ഈ ചട്ടങ്ങളെ ഉദ്ധരിച്ച് തന്നെ സുപ്രീം കോടതി പറയുന്നു. ആ സമയത്ത് അപ്പൊ SFI എവിടെ പോയി? അപ്പൊ ഇവർക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാത്രം തൽക്കാലം സംരക്ഷിച്ചാൽ മതിയോ? കണ്ണൂർ യൂണിവേഴ്സിറ്റി വേണ്ടേ? അപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്. കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ശ്രമം, പരമ്പരാഗതമായിട്ടുള്ള ഒരു ശ്രമം, അത് UDF ഭരിച്ചാലും LDF ഭരിച്ചാലും അവരുടെ സ്വന്തം സ്വാധീന ശക്തി ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ ഇതിലൊക്കെ തിരികാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. അത് പരാജയപ്പെടുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ വന്നിരിക്കുന്ന വലിയൊരു രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പൊ ജന്മഭൂമിയിൽ ജോലി ചെയ്യുന്ന ഒരാളിനെ, അതാണ് മാധ്യമ രംഗത്ത് നിന്നുള്ള ഒരാളെന്ന രീതിയിലത്തേക്ക് നോമിനേറ്റ് ചെയ്യുന്നതിന് എതിർപ്പുള്ള ആൾക്കാരുടെ നോമിനി ആരാണ്? ദേശാഭിമാനിയിൽ നിന്നുള്ള ആളാണ്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ താല്പര്യം എവിടെയാണ്? ഇവരുടെ
ഇവരുടെ താല്പര്യം എവിടെയാണ്? ഒരു സ്ട്രീം അത് മെയിൻ സ്ട്രീം ആവുകയും മറ്റുള്ള ആൾക്കാരെല്ലാവരും തന്നെ ഔട്ട്സൈഡേഴ്സായി മാറുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാര്യം. ഇത് കേവലം വിദ്യാഭ്യാസ രംഗത്തല്ല, ഇത് ചലച്ചിത്ര രംഗത്തുണ്ട്. ഇപ്പൊ ചലച്ചിത്ര രംഗത്ത് നമ്മൾ ഇതുപോലെ തന്നെ കണ്ടതാണ്. നമ്മുടെ ഇവിടെയുള്ള സംഘടനകളുണ്ടല്ലോ, ചലച്ചിത്ര മേഖലയുമായി പ്രവർത്തിക്കുന്ന സർക്കാരിന് താല്പര്യമുള്ള ചില സംഘടനകളുണ്ട്. അത്തരം സംഘടനകളുടെയൊക്കെ ഇടതുപക്ഷ സ്വഭാവം നിലനിർത്തുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വിഖ്യാതരായിട്ടുള്ള സംവിധായകരെല്ലാം സർക്കാരിന് കത്തയച്ചിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പൊ എന്തിനാണ് ഈ ഇടതുപക്ഷ സ്വഭാവം ചലച്ചിത്ര മേഖലയിൽ നിലനിർത്തുന്നത്? എന്തിനാണ്? ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരു മേപ്പടിയാൻ എന്ന് പറയുന്ന സിനിമയിൽ സേവാഭാരതിയുടെ ഒരു ആംബുലൻസ് അതിന് പ്രത്യേകിച്ച് സവിശേഷമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള പ്രാധാന്യമുള്ള രീതിയിലോ ഏതെങ്കിലും രീതിയിൽ കാവ്യവൽക്കരണത്തിന് വേണ്ടിയിട്ടോ കാണിക്കുന്നതല്ല. പക്ഷേ ആ സിനിമയിൽ ഒരു സേവാഭാരതി ആംബുലൻസ് കാണിച്ചതിന്റെ പേരിൽ ഇവിടെ കാവ്യവൽക്കരണമാണ് എന്ന് പറഞ്ഞിരുന്ന ആൾക്കാരാണ്. ഇവിടെ മാളികപ്പുറം എന്ന് പറയുന്ന സിനിമ വരുന്ന സമയത്ത് അത് കാവ്യവൽക്കരണമാണ് എന്ന് പറയുന്ന ആൾക്കാരാണ്. പക്ഷെ ഇവിടെ എത്രയോ സിനിമകൾ, രക്തസാക്ഷികൾ സിന്ദാബാദ്, ലാൽ സലാം, അങ്ങനെ എത്രയോ സിനിമകൾ, സഖാവ് തുടങ്ങിയ സിനിമകൾ വരുന്ന സമയത്ത് ഇത് കുഴപ്പമില്ല, അതിൽ രാഷ്ട്രീയമില്ല, അത് മെയിൻ സ്ട്രീമാണ്. ഇവിടെ ഏതോ ഒരു സിനിമ, ആ സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി, മെക്സിക്കൻ അപാരതയോ എന്തോ ആണെന്ന് തോന്നുന്നു, KSUക്കാരൻ സ്റ്റാറായ കഥയെ തിരിച്ച് SFIക്കാരൻ സ്റ്റാറാക്കി എന്ന രീതിയിൽ മറ്റോ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു സിനിമ. അങ്ങനെ അവർക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നറേറ്റീവുകളെ മാറ്റി എടുക്കാമെന്ന രീതിയിലത്തേക്കുള്ള കാര്യങ്ങൾ വരികയും ഇത് മാത്രം മെയിൻ സ്ട്രീമും മറ്റേതെല്ലാം പുറത്തു നിന്നുള്ള ആൾക്കാർ, നമ്മളും അവരും എന്ന രീതിയിലുള്ള ഒരു വേർതിരിവ് ഇവിടെ സമൂഹത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല കലാരംഗത്ത്, സാഹിത്യ രംഗത്ത് എല്ലാം തന്നെ കൊണ്ടുവരുന്നതിനും ഇതിനെയെല്ലാം തന്നെ സ്വന്തം കാൽച്ചുവട്ടിൽ നിർത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ധാർഷ്ട്യമുണ്ട്. ഇന്ന് അവിടെ വലിച്ചിളക്കി കളഞ്ഞിരിക്കുന്നത് ആ ബാനറുകളല്ല, ആ ധാർഷ്ട്യമാണ്. ഇവരുടെ അഹങ്കാരമാണ് ഇന്നലെ തെരുവിൽ പരാജയപ്പെട്ടത്.